വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ ആണ് ഇവിടെ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാനിന്ന് റവ കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഞാനിവിടെ സ്പൈസി ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എരിവിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് സ്വീറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കത് സ്വീറ്റായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് റവ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ അപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 കപ്പ് റവ 2 ട്രിപ്പായിട്ടാണ് ഇപ്പോൾ ഗ്രൈൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. കാരണം ഇന്ന് ഞാനൊരു ചെറിയ ഗ്രൈൻഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പിൽ തന്നെ പൊടിച്ചെടുക്കണം എന്ന് വെച്ചാൽ ഒരു ട്രിപ്പിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഗ്രൈൻഡറിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങളത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് മാവ് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയാണ്. അപ്പോൾ 1/4 കപ്പ് മൈദയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മൈദ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ മൈദയാണെന്ന് വിചാരിച്ചിട്ട് മൈദ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ റവ ഒരുപാട് ഓയിൽ കുടിക്കും നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 കപ്പ് റവയ്ക്ക് ഒരു കപ്പ് തൈര് എന്നുള്ള ഒരു തോതിൽ 1 കപ്പ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 4-5 പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് ഗ്രേറ്ററിൽ ഇട്ടിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ്ഡ് പെപ്പറാണ്. അത് നമ്മൾ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് തന്നെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇനി കറിവേപ്പിലയും കായം പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് ഒരുമിച്ച് തന്നെ ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഒരുമിച്ച് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് വേണ്ടത്ര നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ മാവ് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇത്തിരിശയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ 1 കപ്പ് വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ മാവ് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതൊന്ന് കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ പറ്റണില്ലെങ്കിൽ മാത്രം നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. ഇനി നമ്മളിത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കായം പൗഡറും നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതിന് മുന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മൾ കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലപോലെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഒരു 2 തണ്ട് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കൈകൊണ്ട് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ചെറിയ അപ്പങ്ങളായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ കറിവേപ്പില മുഴുവനോട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ കായം പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കായം പൗഡർ 1 ടീസ്പൂണ് കായം പൗഡർ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, അപ്പോൾ ഇത് കായം പൗഡറും കറിവേപ്പിലയും കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ മതിയില്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറേശ്ശെയായിട്ട് മിക്സാക്കി എടുത്താൽ അതേപോലെ നല്ലപോലെ മിക്സായിട്ട് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കായം പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സാക്കിയതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ മൂടി വെച്ചിട്ടാണ് ഞാനിത് ഓയിലിൽ പൊരിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം കുറച്ച് സോഫ്റ്റും അതേപോലെ നമ്മളെ ഈ കലക്കി വെച്ചേക്കുന്ന കായം പൗഡറും കുരുമുളകൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്.
അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ മൂടി വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം നമ്മൾ മൂടി തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവിന് ഒരു കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ പറ്റാത്തൊരു പാകമാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. മാവ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പൊരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷാലോ ഫ്രൈക്ക് ഉള്ള ഒരു ഓയിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് തന്നെ കോരി ഒഴിക്കുക. പിന്നെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതിനൊരു പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും വേറെ എടുക്കണില്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്നും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് വീണ്ടും ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കാരണം എന്നാലാണ് ഉള്ളൊക്കെ നല്ലപോലെ വേവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവുകയും ചെയ്യും, ഉള്ളിൽ വെന്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ശരിക്കും ഇത് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ കൂടുതൽ ചേരുന്നത് റെഡ് ചട്നിയാണ് കേട്ടോ. റെഡ് ചട്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടേസ്റ്റാണ് ആ ചട്നിയിൽ മുക്കി കഴിക്കാനായിട്ട്. അപ്പോൾ റെഡ് ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തൈരും കുറച്ച് മുളകും പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റായിരിക്കും. ഞാൻ ഇന്നിവിടെ പെട്ടെന്ന് തന്നെ എനിക്ക് തയ്യാറാക്കി എടുക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ റെഡ് ചട്നി ഉണ്ടാക്കിയിട്ടില്ല. ഞാനിവിടെ സോസും അത് മയോനൈസും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ സോസ് കൂട്ടിയിട്ടാണെങ്കിലും ടേസ്റ്റിയാണ്, പക്ഷെ കൂടുതൽ നല്ലത് റെഡ് ചട്നിയാണ്. അപ്പോൾ ഇതുപോലെ 2 സൈഡും ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് നമുക്കിത് കോരി എടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് പൊരിച്ച് ഓയിലിലിട്ടിട്ട് നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്വീറ്റായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ മറ്റുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒഴിവാക്കാം. നമുക്ക് സ്പൈസായിട്ട് ചെയ്തെടുക്കേണ്ടി വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒഴിവാക്കിയിട്ട് നമുക്ക് ഷുഗർ ഇട്ടിട്ട് നമുക്ക് സ്വീറ്റായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ടതിനും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.